മാം, ഈ സ്വാശ്രയ മേഖലയിലെയും അല്ലെങ്കിൽ സ്വകാര്യ കരാർ ജീവനക്കാരായ സ്ത്രീകളുടെയും ഒക്കെ പ്രസവാവധി സംബന്ധിച്ചുള്ള നിയമം, ആ നിയമത്തിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ആ നിയമം നടപ്പിലാക്കിയെടുത്തതിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കുസുമ മാം നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഏറ്റവും ഒടുവിൽ മന്ത്രി ആർ ബിന്ദു കൃഷ്ണ പോലും ഇതിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊരു ചോദ്യം. കരാർ ജീവനക്കാർക്ക് ഞാൻ ഏറ്റവും അവസാനമാണ് ഉണ്ടാക്കിയത്. അതായത് 2/3/26 ആ ജിയോ വെളിയിൽ ഇറങ്ങിയത്. ഇതിപ്പോ ഞാൻ അങ്ങനെ ഇന്ന ആൾക്കാർക്ക് പ്രസവാവധി ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നതല്ലല്ലോ. ഇങ്ങോട്ട് ഗർഭിണികളായ സ്ത്രീകൾ എന്റെ വീട്ടിൽ വരെ വന്ന് ഇങ്ങനെ ഇത് പറയുമ്പോഴാണ് ഞാൻ അതിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടി വന്നത്. ഏറ്റവും അവസാനം കരാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്ന 7 മാസം ഗർഭിണിയായ സമഗ്ര ശിക്ഷ കേരളയിലുള്ള ഒരു ഗർഭിണി ചെങ്ങന്നൂരിന്ന് എന്റെ വീട്ടിൽ വന്നു. അങ്ങനാണ് അതിനു വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പം രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് രാഷ്ട്രീയത്തിലെ 3 ട്രേഡ് യൂണിയൻ ഇവരെ എല്ലാ മേഖലയിലും ഉണ്ട്. അതായത് ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലും ഈ 3 ട്രേഡ് യൂണിയനും ശക്തമാണ്. അവര് 3 പേരും വിചാരിച്ചിട്ടില്ല ആയിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാത്തതായിരിക്കാം. ആ മേഖലയിലേക്കാണ് ഞാൻ കടന്നു ചെന്ന് ഇതെല്ലാം സാധിച്ച് പുറത്ത് നിയമമാക്കി കൊണ്ടുവന്ന് ഇപ്പോൾ സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നത്. അപ്പൊ ഇപ്പം അങ്ങനെ ആ മേഖലയിലുള്ള 3 ട്രേഡ് യൂണിയനും ഇതിന്റെ അവകാശം ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ഇത് അനുഭവിച്ച ചില പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രത്യാഘാതം വന്നിട്ടുണ്ട്. പക്ഷെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം വലിയ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ നിന്ന് പഴമക്കാര് പറയുന്ന കണക്ക് വെണ്ടയ്ക്കാക്ഷരത്തിൽ തന്നെ ഇതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചാനലുകാരും എല്ലാവരും ഇപ്പൊ തന്നെ ABC ചാനല് ഇത് അറിഞ്ഞോണ്ടല്ലേ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാം, ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളി നേരിട്ടത് ഏത് മേഖലയിലേക്ക് ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു? നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് IT മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഈ പ്രസവാവധി നിയമം നടപ്പിലാക്കിയതിനെ കുറിച്ചായിരുന്നു. സ്വാശ്രയ മേഖലയിലെയും അല്ലെങ്കിൽ കരാർ ജീവനക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി ഈ നിയമം നടപ്പിലാക്കിയതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടിയത് എവിടെയായിരുന്നു? ഏത് മേഖലയിലായിരുന്നു? IT മേഖല ഇന്ത്യ ഒട്ടുക്ക് നിറഞ്ഞു നിൽക്കുന്ന അതായിരുന്നു IT മേഖല. പക്ഷെ അവിടെ പോലും എനിക്ക് വലിയ പ്രയാസം നേരിട്ടില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റിൽ നിന്നായിരുന്നു അനുവദിപ്പിച്ചെടുക്കേണ്ടത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണമായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് ഇവിടുത്തെ ലേബർ തൊഴിൽ വകുപ്പ് പാസാക്കിയ നിയമം. അത് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ നേരിട്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ IT മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു. കാരണം അത് കേരളത്തിനെ മാത്രം ഒതുക്കി നിർത്തുന്നതല്ലായിരുന്നു. ഇന്ത്യ ഒട്ടുക്കുള്ള IT സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ലേഡി വിചാരിച്ചിട്ട് പ്രസവാവധി സാലറിയോടുകൂടി കൊടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാല് അത് പ്രൈവറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 മാസം സാലറി വീട്ടിലിരുന്ന് ഇവര് മേടിക്കുകയാണ് ജോലി ചെയ്യാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടത്. പക്ഷെ ഇവിടുത്തെ തൊഴിൽ വകുപ്പും കേന്ദ്ര തൊഴിൽ വകുപ്പും എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. അത് ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടി വന്നു. 14 ഞാൻ തുടങ്ങിയത്, അതായത് ഞാൻ 12 റിട്ടയർഡ് ആയി കഴിഞ്ഞ് 2 വർഷം സ്റ്റഡി ചെയ്യാനായിട്ട് എടുത്തു എന്തുവാണ് ഇവരുടെ നിയമം എന്നറിയാൻ. പക്ഷെ അന്ന് ലേബർ കമ്മീഷണറായിട്ട് ഇരുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും പറയരുതേ മാഡം, നിങ്ങളുടെ അതേ നിയമങ്ങളാ ഇവർക്കും എന്ന് പറഞ്ഞു. അതായത് ഞങ്ങളുടെ അതേ നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെന്റ് കമ്പനിയിലെ ആളാ. എനിക്ക് 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, അതില് 6 മാസത്തെ ശമ്പളത്തോടു കൂടിയ പ്രസവാവധി, കൂടാതെ കുഞ്ഞിന് പാലൂട്ടാനായിട്ട് 500 മീറ്ററിനുള്ളിൽ അമ്മയുടെ ജോലി സ്ഥലത്തു നിന്ന് 500 മീറ്ററിനുള്ളിൽ ഡേ കെയർ. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ നിയമം പഠിക്കാൻ പോയത്. എന്താണ് ഇവരുടെ നിയമം എന്നറിയാൻ. അപ്പോഴാണ് പറയുന്നത്, എന്താ മാഡം പഠിക്കാനാ, നിങ്ങളുടെ അതേ നിയമങ്ങൾ തന്നെയാണ് ഇവർക്കെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞെന്ന് പറയരുത്, കാരണം എന്റെ ജോലി തെറിക്കും, നാളെ എനിക്കൊരു സസ്പെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു.
പക്ഷെ ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ മൂവ് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ വെല്ലുവിളിയായിരുന്നു സ്വാശ്രയ സ്ഥാപനങ്ങളിൽ. കാരണം അതെല്ലാം പ്രൈവറ്റ് സ്കൂള്, കോളേജ് തുടങ്ങിയ ഒരിക്കലും 6 മാസം ഒരു സ്ത്രീയെ, ജോലിയുള്ള ഒരു സ്ത്രീയെ ജോലി എടുക്കാതെ വീട്ടിൽ ഇരുത്തി പ്രസവിപ്പിച്ച് കുഞ്ഞിന് പാലൂട്ടാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ കള്ളത്തരമാണ്. കാരണം ഇവിടെ എത്രയോ പുരുഷന്മാരുണ്ട് സാമൂഹ്യ പ്രവർത്തകര്, എന്നിട്ട് അവരാരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചോ? ഒരിക്കലും ഇറങ്ങിത്തിരിച്ചില്ല. അപ്പൊ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി പറയുന്നേ ഉള്ളൂ, പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നില്ല. ഈ പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് ഞാൻ പോകണം, അല്ലാണ്ട് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞ വീടിനെ ഇട്ടെറിഞ്ഞിട്ടല്ല പോകുന്നത്. എന്റെ കുഞ്ഞുങ്ങള് എല്ലാരും രക്ഷപ്പെട്ട് അവർ ജോലിയുള്ളവരായി. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം എല്ലാം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണും കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയന്റെ ആളും കൂടെ ആയതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്തത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. വീട്ടിലെ പുരുഷന്മാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അവരെ വെല്ലുവിളിച്ചോണ്ട് ഇറങ്ങിയാല് പിന്നെ വീടിന്റെ ആ ഒരു സമാധാന അന്തരീക്ഷമായിരിക്കും തകരുന്നത്. അപ്പൊ എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് ഈശ്വരൻ എന്നെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ചു. നിയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. അമ്മ വലിയ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. പിന്നെ വനിതാ സമാജവും അതുപോലെ ഈ മുക്കുവരെ ഉദ്ധരിക്കാനായിട്ട് ആ മുക്കുവ കുടിലുകൾ തോറും കയറിയിറങ്ങി. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ മുക്കുവ കുടിലുകൾ തോറും കയറിയിറങ്ങിയാണ് അവരെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവരുടെ ആ ജീവിത രീതി മാറ്റാനും ഒക്കെ. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം മോളെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് വയറ്റിൽ കിടത്തിക്കൊണ്ട് ആ സമയത്ത് ഞാന് മുക്കുവക്കുടൽ പൊതുപ്രവർത്തകയായിരുന്നു. അപ്പൊ ഒരു സ്ത്രീയെ അതൊക്കെ എനിക്ക് ഒരുപാട് എനർജി കിട്ടി. കാരണം ഒരു കുഞ്ഞിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് അത് പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ തൊട്ട് അമ്മയുടെ ചിന്തയും പ്രവർത്തികളും അതിനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു ഉദാഹരണം ഞാനാണ്. കാരണം എന്റെ അമ്മ അതുപോലെ എന്നെ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോ അമ്മ വനിതാ സമാജവും മുക്കുവരെ ഉദ്ധരിക്കാനും മുക്കുവ സ്ത്രീകളെ ബോധവൽക്കരിക്കാനും ഒക്കെ ഇറങ്ങി നടന്ന ഒരു സ്ത്രീയായിരുന്നു. അമ്മയുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നാരിയേട്ടന്റെ RSPയുടെ ശ്രീകണ്ഠൻ നാരിയേട്ടന്റെ ഭാര്യ മഹേശ്വരി അമ്മ, ഇങ്ങനെ പിന്നെ ഗൗരി അമ്മ, സുശീല ഗോപാലനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇതിനൊക്കെ കൈക്കുത്തിരി വ്യവസായം നടത്തിയ അമ്മ സ്ത്രീകൾക്ക് ജോലി ഉണ്ടാക്കാനുള്ള ആ ഒരു സംരംഭം എന്റെ അച്ഛൻ അതിന് സപ്പോർട്ട് വരുന്നു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലായത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നിപ്പോ ഈ കാണുന്ന കുഞ്ഞുങ്ങളെ 13 വയസ്സുള്ള കുഞ്ഞ് കൊട്ടേഷൻ അന്നേ പറയാൻ പറ്റത്തുള്ളൂ. കൊട്ടേഷന് ആൺകുട്ടികളെ കൂട്ടുപിടിച്ചിട്ട് അപ്പൂപ്പനെ കൊന്നെന്നൊക്കെ അല്ലേ നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ 7 മണി കഴിഞ്ഞ് ഇപ്പം അച്ഛനും അമ്മയും TV കാണുവാണെങ്കിൽ അവരും വന്നിരിക്കും. ചിലയിടത്ത് സീരിയൽ കാണുമായിരിക്കും. ഏത് കണ്ടാലാണ് അതിനകത്ത് നല്ല കാര്യങ്ങളൊന്നും അല്ല. ഞാനിത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ന്യൂസിലെല്ലാം ഇങ്ങനെയുള്ള ക്രൈമാണ് കാണുന്നത്. അതേസമയം എന്റെ മോള് ലണ്ടനിലാണ്. അപ്പൊ മോള് ഇവിടെ വരുമ്പം ആ കുഞ്ഞിനെ ഒരിക്കലും അവള് സന്ധ്യക്ക് TV തുറക്കുന്നിടത്ത് ഇരുത്തത്തില്ല, അങ്ങ് കൊണ്ടുപോകും. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് പറയും, എന്റെ അമ്മ അവിടൊക്കെ 9:30 കഴിയുമ്പോൾ ഞങ്ങൾക്ക് വലിയവർക്ക് കാണാൻ മാത്രമേ ഇങ്ങനെയുള്ള വാർത്തകൾ എടുത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അവര് കാണുന്നത് ഇതാണ് സന്ധ്യ തൊട്ട്. അത് ഒരിക്കലും കുഞ്ഞുങ്ങളെ കാണിക്കരുത്. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. ഒരു കുഞ്ഞിന് 13 വയസ്സുള്ള കുഞ്ഞ് കൊട്ടേഷൻ ടീമിനെ ഉണ്ടാക്കിയെങ്കിൽ അത് അവളുടെ കുറ്റം അല്ല, സമൂഹത്തിനെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. പിന്നെ ഈ ചാനലുകാരെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല വാർത്തകളും തരുന്നുണ്ട്. പക്ഷെ ഈ ക്രൈം ആയിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കരുത്. അതിനൊരു സമയം വെക്കണം. ഒരു 9 മണി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിക്കഴിയുമ്പം വലിയവർക്ക് കാണാനുള്ള സമയം, അങ്ങനെയുള്ള വാർത്തകൾ വെക്കണം. നമ്മുടെ ഇവിടെ അല്ലേ ഇത് നടക്കുന്നുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നില്ലല്ലോ. അവിടെ ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ ടീം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും 1.5 മാസമേ ആയുള്ളൂ. 1.5 മാസം എന്റെ മോളുടെ അടുത്തായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇപ്പം ഒരു 10 ദിവസമായി. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് യൂണിയൻകാര് 3 കൂട്ടരും ഇതിനെ അവരുടേതായിട്ടുള്ള പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തി. പക്ഷെ ഇത് അനുഭവിക്കുന്നവര് പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പൊ
അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോട്ടെ. പക്ഷെ എല്ലാ പത്രത്തിലും വാർത്ത വന്നല്ലേ, ചാനലുകാരും എല്ലാം വാർത്ത വന്നല്ലേ, പിന്നെ അവരെന്തിനാണ് ഇത് ഏറ്റെടുക്കാനായിട്ട് തുനിയുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോട്ടെ, എനിക്ക് കാര്യം നടത്തിയാ മതി, വേറൊന്നും വേണ്ട. അതിപ്പോ കാര്യങ്ങളെല്ലാം നടന്നു. മൂന്നാമത്തത് പ്രസവാവധി എന്ന് പറഞ്ഞ് കരാർ ജീവനക്കാർക്കും പ്രസവാവധി ആയിക്കഴിഞ്ഞു, എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി എന്റെ നോട്ടം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞാൽ വയസ്സായ ഞങ്ങളെ പോലുള്ളവർക്കുള്ള എൽഡർലി കെയർ 2025 എന്ന് പറഞ്ഞ ഒരു നിയമം ഇവിടെ റെഡിയായിരിക്കുകയാണ്. 2021 തൊട്ട് അതിന്റെ പുറകെയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ മൂവ്മെന്റ് നടത്തി അവരെനിക്ക് അനുകൂലമായിട്ട് വിധിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെ എല്ലാം ആയിരിക്കുകയാണ്. ഇനി നിയമസഭയെ പാസ്സാക്കിയാൽ മതി. ഇത് അതിനും കൂടെ ഞാൻ ഇറങ്ങിത്തിരിക്കും. കാരണം അത് എനിക്കും എന്റെ കുടുംബത്തിനും കൂടെ ഒക്കെ ഉള്ളതാണ്. യെസ്, എന്തായാലും ഏറ്റവും കൂടുതൽ ഇപ്പോ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്ന ഒരു വിഷയം ഈ പ്രസവാവധി നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വർഷങ്ങളായി കുസുമമാർ പുന്നപ്ര എന്ന് പറയുന്ന ഒരു പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും സർക്കാരുകൾ മാറി വരുമ്പോഴും, മന്ത്രിമാർ മാറി വരുമ്പോഴും, യൂണിയൻകാർ മാറി വരുമ്പോഴും ഒക്കെ ഇതിന്റെ പിതൃത്വം എടുക്കാനുള്ള ഒരു പിടിവലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പോലും പറഞ്ഞിരുന്ന ചില പ്രസ്താവനകൾ പോലും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു മാഡം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.